ഞാനൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഒന്നുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കാന്നൊരു ഐഡിയ പോലും ഇല്ല. ഞാൻ ജോലി BEd ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ എന്നാൽ പോലും എൻ്റെ കയ്യിൽ ജോലിയൊന്നുമില്ല. എന്നിട്ടും ഞാൻ ഇറങ്ങി വന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സജീഷറിൻ്റെ അടുത്ത് എത്തുന്നവരെ ഞാൻ നന്നായിട്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ട് ഞാൻ സഹിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ മോളെ ഞാൻ എവിടെയും നിർത്തിയിട്ടെങ്കിലും ഞാൻ ജോലിക്ക് പോകും. എന്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ജീവിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ വഴിയുണ്ട്. ആരും ഇങ്ങനെ സഹിച്ചിട്ട് ഒരാൾ അടിയും ചീത്തയെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും അതിനെപ്പറ്റിയേ ബോധമിടാവേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് ജീവിക്കാൻ ഒരു പാർട്ട്ണർ കിട്ടി. എല്ലാവരും ഒരേപോലെ ഒന്നല്ല, അതിപ്പോൾ നമ്മളെ ലൈഫാണ് ഏറ്റവും വലിയ തെളിവ്. എല്ലാവരും ഒരേപോലെ അല്ല എന്നുള്ള അങ്ങനെ കൂടി കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ മക്കളെവിടെ ചേർത്ത് പിടിക്കാൻ പറ്റിയെങ്കിൽ ചേർത്ത് പിടിച്ചിട്ട് ജീവിക്കാം. ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട്. ഇത്രയും ഫേസസിലൂടെ പ്രത്യേകിച്ച് കടന്നു വന്നു ചിലപ്പോൾ ഓഡിയൻസിന് അറിയാത്തത് ഇരിക്കുകയാണ് ചിലപ്പോഴും മോശമായിട്ടുള്ള കമന്റ്സുകളും കമ്പാരിസൺ ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ മാലാഖ എന്നാണല്ലോ ലിനി സിസ്റ്റർ പറയണേ. ഇപ്പം വാർത്തകളിലൂടെ ആയാലും ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അധികമായിട്ട് ക്ലോസ് ആയിട്ട് ലിനി സിസ്റ്ററെ കുറിച്ച് കേൾക്കുന്നത്. ഇവരുടെ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം ലിനി സിസ്റ്ററെ കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? എനിക്ക് സജീഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള അറിവാണ് കൂടുതലായിട്ട് കിട്ടിയത്. അപ്പം സിസ്റ്റർ നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്. സജീഷേട്ടൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളായിക്കോട്ടെ സജീഷേട്ടൻ്റെ കാര്യങ്ങളോട്ടെ കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ജോലിയിലേക്ക് വരികയാണെങ്കിൽ ജോലിയിലും ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് തെളിവുണ്ട്. ഇനി അതിൽ കൂടുതലൊരു തെളിവൊന്നും വേണ്ടല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് അതുപോലെ ആവാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ എനിക്ക് അവർ ചെയ്യാൻ ബാക്കി വെച്ച കുറച്ച് കാര്യം ഉണ്ടാവും ലൈഫിൽ. ഇവരെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ ഏതൊരു മുന്നിൽ ആരോടും എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒരു 18 മാക്സിമം 20 വയസ്സ് വരെ ഞാൻ എൻ്റെ കൺട്രോളിൽ ഇങ്ങനെ അവരെ കൊണ്ടുപോകും. അത് ആരെന്ത് പറഞ്ഞാലും. കാരണം എന്താ വെച്ചാൽ എന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവരെ ഞാൻ എൻ്റെ മക്കളായിട്ട് തന്നെ ഒരു അടിക്കും ചീത്ത പറയും ഉപദേശിക്കും, പിന്നെ ഞാൻ നോക്കുകയും ചെയ്യും. പിന്നെ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞുവിനും സിദ്ധുവിനും ദേവുവിനും ഇപ്പോൾ ഓളോ ഏകദേശം 19 വയസ്സ് 20 വയസ്സ്. ഇപ്പോൾ ഞാൻ സജീഷോടൊപ്പം പറയും നമ്മളെ കൺട്രോളിലല്ല. പിന്നെ ഒരു കോലലായ ഒരു ലൈഫിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പിടിച്ചു വെക്കൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. എന്താ വെച്ചാൽ ഇവർ പ്രായപൂർത്തിയായി, എനിക്ക് സ്വയം ജീവിക്കാനുള്ളൊരു ഇതായി. അപ്പോൾ അതുവരെ ഞാൻ ഇവരെ ഒരു കൺട്രോളിലൊക്കെ നല്ലോണം തന്നെ എൻ്റെ കൂടാതെ തന്നെ കൊണ്ടുപോകണം എന്നാണ് ഉള്ളൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ലിനി സിസ്റ്റർ ഇപ്പോൾ അതുപോലെ ബാക്കി വെച്ചത് ഇവർക്ക് ആ ഒരു ജീവിതമായിരിക്കും. സിസ്റ്റർക്ക് ജീവിച്ച് തീർക്കാൻ പറ്റാത്തൊരു ജീവിതം. കാരണം ഇവരെ സിസ്റ്റർ ഞാനെപ്പോഴും സജീഷോട് പറയുന്നുണ്ട്, അവരുള്ള സമയത്ത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ സജീഷേട്ടാ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവരെ അമ്മ എന്നുള്ള നിലയിൽ ഓരുണ്ടായിരുന്ന പക്ഷേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമോ. പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ദൈവവും ഇതിൽ കൂടുതലൊന്നും ചെയ്യലില്ല. അപ്പം പിന്നെ എനിക്ക് ഇവർക്കും ഇതിൽ കൂടുതൽ ഞാനോടെ ചീത്ത പറയുന്ന പോലെ വിലയും ചീത്ത പറയും. പിന്നെ ഞാൻ നല്ല രീതിയിൽ കുറേ കാര്യം പഠിപ്പിക്കലുണ്ട്. അത് ഇവർക്ക് എന്താ പറയുക, ആകെ ചീത്ത പറയുന്നുണ്ട് അതായിരിക്കും അങ്ങനെ ചെയ്യണം, എടുത്താൽ ഇങ്ങനെ ചെയ്യണം, ഒരാളോട് ഇങ്ങനെ പറയണം. കാരണം അതെന്താണെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് അമ്മ ഇല്ലാത്തതിനെ കൊണ്ട് ഇവർ ചീത്തയായി എന്ന് പറയുന്നത്. ഞാൻ ചീത്തയാന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇവർ ചീത്തയായിപ്പോയി ഇവർക്ക് നിയന്ത്രിക്കാൻ ഒരാളില്ലാത്തതിനെ കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് നിർബന്ധം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് രണ്ടാനമ്മയുടെ ഇതായിട്ടൊക്കെ തോന്നിയിരിക്കും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എൻ്റെ മക്കൾ നന്നാവണം. അത് പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവര് ലിനി മരിച്ചതിന് ശേഷം പലപ്പോഴും നമ്മൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സമയത്ത് ഒന്നും അറിയിക്കാതെയാണ് നമ്മൾ. കാരണം ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇവർ എന്ത് ചെയ്യുന്ന സമയത്തും അമ്മയില്ലാത്ത മക്കളാണ്, അതുകൊണ്ട് അവരൊന്നും പറയണ്ട. അപ്പോൾ നമ്മൾ ഒരു 1-2 കൊല്ലം ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നുന്നു നമുക്ക് ഈവൻ എന്ത് തെറ്റ് കണ്ടാൽ പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് വന്നു. അത് ഇപ്പോൾ പ്രതിഭേനെ കല്യാണം കഴിച്ച സമയത്ത് പ്രതിഭ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രശ്നം. കാരണം അവരൊന്നും പല രീതിയിൽ പലതും പഠിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിഭ പലതും ചെയ്യുന്ന സമയത്ത് അവർക്കറിയില്ല. കാരണം അവരങ്ങനെയല്ല മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് പ്രതിഭ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അതിങ്ങനെ നോക്കി ഇങ്ങനെ കാണലുണ്ട്. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ മക്കൾക്ക് ഇന്നേത് കാര്യം ഞാൻ പലപ്പോഴും വർക്ക് ചെയ്യുന്നവരോടൊക്കെ പറയും, മക്കളെ
ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, നമ്മൾ ഇന്ന കാര്യം പറഞ്ഞു കൊടുക്കണം, അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് മാറ്റമുണ്ട് എന്നൊക്കെ അവരിങ്ങനെ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് അവരത് ആ രീതിയിൽ തന്നെ കാണും. അവരെന്നോട് ചോദിക്കും, ഓ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങളെ വീട്ടിൽ നിന്നെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു, ഇപ്പം നല്ല കാര്യമാണെന്നുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അത് ചില ആൾക്കാർക്ക് അത് മോശമാണ്. ചിലപ്പം പറയുന്നതിൻ്റെ കൂടെ തന്നെ ഏതൊരു വീഡിയോയിൽ നിങ്ങളെ മകൻ പാത്രം എടുത്ത് കൊണ്ടുവന്നൊരു രംഗമുണ്ടായിരുന്നു. അപ്പം അതിന് പറഞ്ഞാൽ തന്നെ രണ്ടാനമ്മ മക്കളെ ഇതാക്കുന്നതാണ് പാത്രം എടുത്ത്. അപ്പോൾ ഞാൻ അത് പറയുന്നത് അതൊരു ശീലം വേണ്ടതാണ്. ഈവൻ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിലും കഴിച്ച പാത്രം കഴുകുക എന്നുള്ളത്, അത് ഇവിടെ എല്ലാ കാര്യവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈവൻ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോൾ പ്രതിഭ വരുന്നതിന് മുമ്പേ ഇവർക്കറിയാം എഴുന്നേൽക്കുന്ന സമയത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കണം എന്നുള്ള രീതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജീവിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ്. പ്രതിഭ വന്ന സമയത്ത് അതും അവളെ സൈഡിൽ നിന്നും അത് വന്നു. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് കൊണ്ടുവന്നാണെങ്കിലും സ്വന്തം കാര്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളൊരു ഇതാണ്. അത് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് അത് മക്കൾക്ക് ചോദിച്ചാൽ അറിയാം. എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളത് പറയും. അത് ചിലപ്പോൾ ഒരേ കാര്യം തന്നെ ഒരു 3-4 മാസം ഇങ്ങനെ പറയേണ്ടി വരും. അവരത് ചെയ്യില്ല, കാരണം മറന്നു പോകുന്നതാണ്. പക്ഷെ നമ്മളതിന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറഞ്ഞു കഴിഞ്ഞ് അവരുടെ ബ്രെയിനിൽ അതങ്ങനെ സ്റ്റോർ ആവണം. ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്നുള്ള കാര്യം അവർക്കുണ്ടാവണം. അത് നല്ലൊരു അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് അത് നല്ലൊരു കാര്യം ഉണ്ടാവും. അത് പ്രതിഭേൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യമുണ്ട്. അത് പറഞ്ഞിട്ട് അത് അവർ തന്നെ പറയും. പഠിച്ചു നിങ്ങള് അമ്മ എന്തൊക്കെ പഠിപ്പിച്ചു സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫുഡ് വെച്ചാല് പാത്രം കഴുകിയൊക്കെ, പിന്നെ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനും ബഹുമാനിക്കാനൊക്കെ അമ്മ പഠിപ്പിച്ചു. വീടും സ്വന്തം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നടത്താനും അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാൻ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാ ചെയ്യിക്കുക അങ്ങനൊന്നുമില്ല. പഠിക്കാനേനും അധികവും അമ്മ ഞങ്ങളോട് നിൽക്കല്. എനിക്ക് LSS കിട്ടുന്നതിന് മുന്നേ അമ്മ പറയും, രാവിലെ എണീച്ച് പഠിക്കണം, പഠിച്ചാൽ നമുക്ക് അത് നേടണം, നേടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം ഉണ്ടാകും. അങ്ങനെ എന്ന് അമ്മ പറയാനും പഠിക്കണം പഠിച്ചാൽ നമ്മൾക്ക് കിട്ടും, അങ്ങനെ അമ്മ പറയല്. അമ്മയുടെ ഭയങ്കര മോട്ടിവേഷൻ കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല വീടുകളിലും ഇത് കാണാറില്ല സത്യത്തിലും. ഈ ഒരു ക്ലാസ് എനിക്കത് ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്, ചെയ്യിക്കാറുണ്ട്. ഇവിടെ എല്ലാ കാര്യവും നമ്മൾ ഈവൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും മക്കളെയും കൂട്ടും. അതായത് ചെറിയ കാര്യങ്ങളും അവരത് ചെയ്യും. ഇപ്പം പ്രതിഭ ഞാൻ ഏകദേശം എല്ലാം എൻ്റെ ചെറുപ്പത്തിൽ നിന്നല്ല, ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ മരണപ്പെട്ടതാണ്. അപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ഈവൻ പാചകമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തു. അപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്പം ഇവർ കാണുന്നത് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുറ്റം അടിക്കും. അതൊക്കെ അത് എൻ്റെ ഒരു ശീലമായിട്ട് ഭാഗമായിട്ടാണ്. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഇവരെ മനസ്സിലാക്കണം. എന്തെങ്കിലും ഇപ്പം ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ആറിയിട്ട് എടുത്ത് ഇപ്പോൾ അറിയിടാന്ന് പറയുമ്പോൾ തുണി അലക്കിയിട്ട് അത് എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മടക്കി വെക്കാമെന്നുള്ളൊരു ശീലം ഓട്ടോമാറ്റിക് വരണം. ആ ഓട്ടോമാറ്റിക് പലപ്പോഴും ഇവരെ മറന്നു പോയിട്ടില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക് എടുത്തു പോകും. അപ്പം വന്ന സമയത്ത് ഞങ്ങളിപ്പോൾ പുറത്താണെങ്കിൽ കട്ടിൽ അങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് പോയി മടക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഇന്ന് ഇവർക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അല്ലെങ്കിൽ പ്രതിഭ പറഞ്ഞു കൊടുത്തിട്ടും ആ ഒരു ശീലം അവർക്ക് ഓട്ടോമാറ്റിക് വന്നതാണ്. ഇതൊരിക്കലും ഒരു ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക് അങ്ങനെ വരുന്നത്. അത് ഞങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് നല്ല രീതിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ബന്ധം. ലിനി സിസ്റ്റർ അവസാനം എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒറ്റയ്ക്കാവരുത്, ഒരു കൂട്ട് വേണമെന്ന്. അപ്പം പിന്നീട് പ്രതിഷ്ഠിച്ച കല്യാണം കഴിക്കുന്നത് ഇതൊരു നിയോഗമായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കും എന്താ പറയുക, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരു ലൈഫായിരുന്നു. ഞാൻ ലിനിയെ കല്യാണം കഴിച്ച സമയത്തും പലപ്പോഴും എനിക്ക് നേരിട്ട് തന്നെ അറിഞ്ഞിട്ടുള്ള എൻ്റെ അല്ലെങ്കിൽ ലിനിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർ പോലും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതായത് ലിനിയുള്ള സമയത്ത് നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ ഈ എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലിനിയുടെ വീട്ടുകാർക്കറിയാം ഞാനും ലിനിയും എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ലിനിയുടെ പേരൻസ് പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാത്രമാണ് ലോകത്ത് കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രമാത്രം നല്ല രീതിയിലായിരുന്നു ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് ആൾക്കാർക്കറിയാം.
അതുകൊണ്ട് തന്നെയായിരിക്കും പല ആൾക്കാർക്കും ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർക്കും ഞാൻ എങ്ങനെ ഇത് മാറി എന്നുള്ള രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മനസ്സിൽ എന്നും എനിക്കൊരു ഫാമിലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന എന്നും എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മാക്സിമം ആയിരിക്കണം. അത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് എൻ്റെ പാർട്ട്ണർക്ക്. ആ ഒരു സ്നേഹം ഒരിക്കലും ഇപ്പം പ്രതിഭ വന്ന സമയത്ത് എനിക്ക് ലിനിയെ മാറ്റി വെച്ചിട്ട് ലിനിക്ക് കൊടുത്ത സ്നേഹം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി എനിക്ക് പറ്റില്ല. കാരണം എന്നെ വിശ്വസിച്ചാണ് ലിനി വന്ന സമയത്ത് എനിക്ക് മാക്സിമം കൊടുക്കാം. എൻ്റെ കയ്യിലല്ല ലിനി ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോയതും ഞാൻ കാരണമല്ല. അപ്പം അങ്ങനെ ഒരു അസുഖം വന്നു, ലിനി പോയി. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആഗ്രഹിച്ചതും അല്ലെങ്കിൽ എൻ്റെ മക്കളും കൂടെയുള്ള ഒരു കുടുംബം വേണമെന്നുള്ളത് ഈ രീതിയിൽ വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതനുസരിച്ച് തന്നെയാണ് പ്രതിഭയോട് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ലൈഫാണ്, ആ ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം അത് ആൾക്കാർ എന്ത് രീതി കാണുന്നുണ്ടോ എന്നല്ല എനിക്കറിയില്ല. ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് എന്താണ് കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് പ്രതിഭയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ച് എൻ്റെ മക്കൾക്കും കൊടുക്കാൻ പറ്റുന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.